സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിൽ പാർട്ടി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കേരളത്തെ അമ്പരപ്പിക്കുന്നത്. തെരുവിൽ പാർട്ടി സഹാക്കൾ പരസ്പരം പോർവിളിക്കുന്നു. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയാകുന്നത് വലിയ തലത്തിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എത്ര മുതിർന്നവരായാലും വെച്ചുപൊറുപ്പിക്കില്ല, അച്ചടക്കത്തിനാണ് മുൻതൂക്കം. വിവിധ സ്വരങ്ങൾ ഉയർത്തുന്നവർക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾക്ക് സിപിഎം ഉത്തരവിട്ടു. 74 വയസ്സുള്ള പി കുഞ്ഞുകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ്. എന്നാൽ കണ്ണൂരിലെ പാർട്ടിയിൽ സംഭവിക്കുന്ന ഈ പൊട്ടിത്തെറികളിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പി.ജെ. ഫാൻസ്. പ്രതിസന്ധികൾ മറികടക്കാൻ ഒന്നു മാത്രമേ ഇനി സിപിഎമ്മിന് മുന്നിൽ പോംവഴിയുള്ളൂ: പി. ജയരാജന് സീറ്റ് നൽകുക. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി സമൂഹത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞ 74-കാരനായ പി. കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കുന്നു. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറി കുഞ്ഞികൃഷ്ണൻ. വ്യക്തിപരമായ പക തീർക്കാൻ നുണപ്രചരണം നടത്തുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് പറയുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പാർട്ടിയെ തകർക്കാൻ കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചുവെന്ന് കെ രാജേഷ് കുറ്റപ്പെടുത്തുന്നു. 50 വർഷ പ്രവർത്തന പാരമ്പര്യമുണ്ട് കുഞ്ഞികൃഷ്ണന്. തന്റെ 24-ാം വയസ്സിൽ പാർട്ടി അംഗത്വമെടുത്തു. ഇതുവരെ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനും പ്രാദേശിക പാർട്ടി നേതാവുമായിരുന്നു കുഞ്ഞികൃഷ്ണൻ. എന്നാൽ ഈ നേതാവിനെ പോലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിപിഎം വല്ലാതെ ഉൾഭയത്തിലാണെന്ന് വ്യക്തം. പി. ജയരാജൻ പുലർത്തുന്ന മൗനമാണിപ്പോൾ പാർട്ടിയെ വിള്ളറി വിളിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. പയ്യന്നൂർ സീറ്റ് പി. ജയരാജന് നൽകാൻ ചില ഫോർമുലകൾ മെനയുന്നു. മറുവശത്ത് തലശ്ശേരിയിൽ പി.ജെക്ക് വേണ്ടി പി.ജെ. ഫാൻസ് കളത്തിൽ ഇറങ്ങി. പാർട്ടിക്കുള്ളിൽ പരിഹരിക്കപ്പെടാത്ത നീതികേടുകൾക്കെതിരെ താൻ പ്രതികരിച്ചുവെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതിരൂക്ഷമായ വിമർശനമാണ് കുഞ്ഞികൃഷ്ണൻ മുഴക്കുന്നത്. പരാതി ഉന്നയിച്ച ആളെ പുറത്താക്കുക, ആരോപണ വിധേയനായ MLA സംരക്ഷിക്കുക. അതിവിചിത്രമാണ് ഈ പാർട്ടി നടപടികൾ. എന്നാൽ പാർട്ടിയെ വിമർശിച്ച് പുറത്തു പോകുന്നവർക്ക് ടി.പി. ചന്ദ്രശേഖരന്റെ അനുഭവം വരും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ചില ക്രൂര സംഭവങ്ങളും ഇപ്പോൾ പയ്യന്നൂരിൽ നടക്കുന്നു. സിപിഎം പുറത്താക്കിയ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച ജനങ്ങളുടെ ബൈക്ക് ഇന്നലെ കത്തിച്ചു. വെള്ളൂർ സ്വദേശിയായ പ്രസിഡന്റിന്റെ വീട്ടിൽ സൂക്ഷിച്ച ബൈക്കാണ് അഗ്നിക്കിരയാക്കിയത്. വീടിന്റെ മുറ്റത്തു നിന്നും കുറച്ചു ദൂരത്തേക്ക് മാറ്റിയിട്ടാണ് ഈ ബൈക്ക് അക്രമികൾ തീവച്ച് തകർത്തത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ടുപിന്നാലെ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഒരു സ്വീകരണം നൽകിയിരുന്നു. പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചത് പ്രസന്നൻ. ആ പ്രസന്നന്റെ വീട്ടിലെത്തി ബൈക്കിന് തീയിടുകയായിരുന്നു അക്രമികൾ ചെയ്തത്. കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് ആരെങ്കിലും കളത്തിലിറങ്ങിയാൽ ഇതായിരിക്കും അവർക്ക് അനുഭവം എന്ന മുന്നറിയിപ്പാണ് ഇതുവഴി പാർട്ടി ഗുണ്ടകൾ നൽകുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ വിവരം പാർട്ടി ജില്ലാ സെക്രട്ടറി കെ രാജേഷ് മാധ്യമങ്ങൾ തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. രക്തസാക്ഷി ഫണ്ട്, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, 2021 തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പയ്യന്നൂർ MLA ടി.ഐ. മധുസൂദനന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക അപഹരണം നടന്നുവെന്നാണ് കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ 1 കോടിയോളം രൂപയുടെ തിരിമറി നടത്തിയ കണക്കുകൾ കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടതോടെ സിപിഎമ്മിന് തീപിടിച്ചു. സ്ഥലം MLAക്കെതിരെ കൂടിയാണ് കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന് സിപിഎം വിലയിരുത്തി. ഇനി മുഖം രക്ഷിക്കാൻ ഒന്നു മാത്രമേ മുന്നിലുള്ളൂ: കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി തള്ളിപ്പറയുക. അണികളിൽ ഒരു വിഭാഗം ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് പയ്യന്നൂരിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനുള്ള പിന്തുണ ഏറി വരികയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ നടന്ന ഈ സംഭവങ്ങളിലുണ്ടായ ക്ഷീണം തീർക്കാൻ ഏതെങ്കിലും തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്ന് പാർട്ടി സഹാക്കളോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. പ്രാദേശിക ഘടകങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ആദ്യ നടപടി. 12 ലോക്കൽ കമ്മിറ്റികളിലും സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച ആരോപണത്തിൽ പാർട്ടി വിശദീകരണം നൽകും. ഒപ്പം കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യവും വിശദീകരിക്കും. എന്നാൽ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായ പ്രദേശത്ത് വലിയ തോതിൽ പ്രകടനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഇത് വളരെ ഗൗരവത്തോടെയാണ് പാർട്ടി നേതൃത്വം നോക്കിക്കാണുന്നത്. പ്രകടനത്തിൽ നിന്ന് ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുക മുന്നിൽ കണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ബൈക്ക് കത്തിച്ചത്. കുഞ്ഞികൃഷ്ണൻ മറ്റു ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അവിടെ നേതാക്കളുടെ ബിനാമിയായി പ്രവർത്തിക്കുന്ന കടല എന്ന റിയൽ എസ്റ്റേറ്റ് സംഘത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. ഇവർ അറിയപ്പെടുന്ന സഹോദരരായാണ്. പയ്യന്നൂരിലെ സംസ്ഥാന നേതൃത്വത്തിലെയും ഒക്കെ പാർട്ടിയിലെ പ്രമുഖർക്ക് ഇവരുമായി ബന്ധമുണ്ട്. അവരുടെ ബിനാമി ഇടപാടുകളിലൂടെയാണ് ഈ സഹോദരങ്ങൾ പണമുണ്ടാക്കിയത്. ഈ പണം പിന്നീട് പാർട്ടി നേതാക്കൾക്ക് ഇവർ കൈമാറി കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ സഹോദരങ്ങൾക്കുണ്ടായ അത്ഭുതകരമായ സാമ്പത്തിക വളർച്ച സിപിഎം നേതാക്കളെ പോലും വിറളി പിടിപ്പിച്ചിരുന്നു. 2022 ഫണ്ട് തട്ടിപ്പ് വിവാദകാലം. ഇക്കാലത്ത് ഇവർക്കെതിരെ പ്രദേശത്തെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു.
രസീത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി എത്ര രൂപ വേണമെങ്കിലും പിരിക്കാവുന്ന സ്ഥിതിയാണ് പയ്യന്നൂരിൽ എന്നായിരുന്നു കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. VS അച്യുതാനന്ദന് സമർപ്പിക്കുന്ന ഒരു പുരസ്കാരം. ആ പുസ്തകത്തിൽ ശക്തമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരായി ഉയർത്തിയതോടെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ കണ്ണിലെ കരടായി. പയ്യന്നൂരിൽ പാർട്ടി നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് TA മധുസൂദനാണെന്ന് പുസ്തകത്തിൽ പച്ചയ്ക്ക് പറഞ്ഞു. മധുസൂദന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ശക്തിപ്പെടുത്തുവാനുള്ള ഒത്താശയാണ് പാർട്ടി നേതാക്കളായ FV ജയരാജനും TV രാജേഷും ഒക്കെ ചെയ്തത്. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് CPM നടത്തിയ 3 ഫണ്ട് പിരിവുകൾ. ആ പിരിവുകളിലെ ക്രമക്കേടുകൾ മൂടിവെക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തയ്യാറാക്കിയ തട്ടിക്കൂട്ട് കണക്കുകളൊക്കെ അങ്ങ് വാരി വലിച്ച് പുറത്തേക്കിട്ടിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. 2016 ജൂലൈയിൽ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിക്കാൻ തീരുമാനമെടുത്ത് കേസ് നടത്തിപ്പിനായുള്ള തുകയും കൂടി ഇതിനൊപ്പം പിരിച്ചെടുക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഒരു നില കോൺക്രീറ്റ് വീടിന്റെ നിർമ്മാണ ജോലിയിൽ ചിലത് നിർമ്മാണ ചെലവായി പറഞ്ഞിരിക്കുന്ന 34 ലക്ഷം രൂപ, പല സമയങ്ങളിൽ ചെക്ക് വഴി കൈമാറിയത് 29.4 ലക്ഷം രൂപ കരാറുകാരന്. ചുരുക്കത്തിൽ 5 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് ചെക്ക് വഴി പിൻവലിച്ചു. അന്നത്തെ ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. മധുവിനോട് ചോദിച്ചപ്പോൾ ഉത്തരമില്ല. 30 ലക്ഷം കരാറുകാരന് കൊടുത്തുവെന്ന 35 ലക്ഷം രൂപ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലേക്ക് മാറ്റി. പിരിവും പലിശയും അടക്കം ലഭിച്ചത് 1.04 കോടി രൂപ. ഈ ധനരാജ് ഫണ്ട് കൃത്യമായി കൊള്ളയടിക്കുകയായിരുന്നു എന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നു. വീട് നിർമ്മാണത്തിന് ചെലവായി 29 ലക്ഷം രൂപയും കുടുംബത്തിന് നൽകിയ 12 ലക്ഷം രൂപയും അഭിഭാഷകന് നൽകിയ 8 ലക്ഷം രൂപയും അടക്കം ആകെ ചെലവ് 57.66. ആ ലക്ഷം രൂപ മാത്രം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട്, 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിലെ ക്രമക്കേടുകൾക്കൊക്കെ പുസ്തകത്തിൽ അക്കമിട്ട് വിവരിച്ചു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിൽ തിരിച്ചെത്തിയ 4 രസീത് ബുക്കുകൾ തമ്മിൽ വ്യത്യാസം. വ്യാജ രസീത് ബുക്കുകളും അടിച്ചു എന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയ ഉപയോഗിച്ച് അവർ വ്യാപകമായ ഫണ്ട് പിരിവ് നടത്തി. ചുരുക്കത്തിൽ ലക്ഷക്കണക്കിന് രൂപ അവിടെ നിന്ന് അടിച്ചുമാറ്റി എന്ന് വ്യക്തം. ഈ കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞപ്പോഴാണ് കുഞ്ഞികൃഷ്ണനെ നേർക്ക് പാർട്ടി വാളെടുത്ത് ഉറഞ്ഞു തുള്ളിയത്. ഉച്ചയ്ക്ക് അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ എല്ലാവരെയും കിട്ടില്ല എന്ന് EP ജയരാജൻ ഓർത്താൽ നല്ലത്. കുഞ്ഞികൃഷ്ണന്റെ ഈ വാക്കുകൾക്ക് മുന്നിൽ CPM അടിപതറി. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്നതിന് സമാനമാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രവർത്തനമെന്ന് MV ജയരാജനും KK രാഗേഷും പറയുന്നു. പാർട്ടിയുടെ സംഘടനാ രീതി പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിനൊപ്പം നിൽക്കുക എന്നാണ്. എന്നാൽ പച്ചയ്ക്ക് കട്ടുമുടിച്ച് പാർട്ടി അതിനെ മൂടിവെച്ചാൽ അതിനൊപ്പം ഒത്താശ പാടാൻ കുഞ്ഞികൃഷ്ണനെ കിട്ടില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾ പറയുന്നു. അതായത് പാർട്ടി എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അണികളാരും അല്ലെങ്കിൽ നേതാക്കളാരും മിണ്ടാൻ പാടില്ല. പാർട്ടിക്ക് കക്കാം മുക്കാം നക്കാം, അതൊക്കെ പാർട്ടി ശൈലിയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നവർ മാത്രം പാർട്ടിയിൽ നിന്നാ മതി. അല്ലാത്തവർക്കൊക്കെ TP ചന്ദ്രശേഖരന്റെ വിധിയായിരിക്കും. 51 വെട്ടും മാഷാ അള്ളാ കാറുമായിരിക്കും. എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ ജീവിതം തുലാസിലാണ്. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം.